1987 പുറത്തിറങ്ങിയ വെസ്റ്റ് ജർമ്മൻ ഹൊറർ സ്ലാഷർ ചിത്രമാണ് നെക്രോമാന്റിക്. ഡയറക്ടർ ജോർഗ് ബഡ്ഗറൈറ്റ് രചനയും സംവിധാനവും ചെയ്ത് ഈ സിനിമ ജനുവരി 29 റിലീസ് ചെയ്തു. താമസിക്കാതെ ഈ സിനിമ വലിയ രീതിയിൽ വിവാദമാവുകയും നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുകയും ചെയ്തു. കാരണം ആളുകളെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ഇജ്ജാതി രംഗങ്ങൾ ഡയറക്ടർ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ശവശരീരങ്ങളോടുള്ള തുടർച്ചയായ ഇടപെടൽ കാരണം മനുഷ്യർ അതിനെ പ്രണയിക്കാൻ തുടങ്ങുന്ന ഘട്ടങ്ങളിൽ വരെ കൊണ്ടെത്തിക്കുന്നു. ഇതിനെ നെക്രോഫീലിയ എന്നാണ് പറയപ്പെടുന്നത്. നെക്രോഫീലിയ ബാധിച്ച 2 ദമ്പതികളുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ നമ്മളോട് കഥ പറയുന്നത്. മണ്ണിൽ നിന്നും കുഴിച്ചിട്ട മൃതശരീരങ്ങൾ പുറത്തെടുത്ത് അതുമായി പ്രണയവും ശാരീരിക ബന്ധവും ചെയ്യുന്ന നിരവധി സീനുകൾ പച്ചയ്ക്ക് ഡയറക്ടർ ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്ഥിരമായി ഹൊറർ സ്ലാഷർ പടങ്ങളും ചോരക്കലയുടെ രംഗങ്ങൾ കാണുന്നവർക്ക് പോലും ഈ സിനിമ വളരെയേറെ ഡിസ്റ്റർബൻസ് ആണ്. എന്നാൽ ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്ന പ്രേക്ഷകരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഈ മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം കാണാൻ. എത്രയൊക്കെ കൊമ്പത്തെ മൂവി കിട്ടിയാലും കാണുമെന്ന് പറയുന്ന പേടി അയലത്തുകൂടി കടന്നു പോവാത്ത കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ മൂവി സജസ്റ്റ് ചെയ്യുക. ഒരു ഭയാനകമായ അപകടത്തിന് ശേഷം തെരുവ് വൃത്തിയാക്കുന്ന ഒരു തൂപ്പുകാരൻ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ലൈംഗികമായി ആസ്വദിക്കാൻ ഒരു പൂർണ്ണ ശവശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവിടം മുതൽ കളി മാറുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് തന്നെക്കാൾ ശവത്തെയാണ് ഇഷ്ടപ്പെടുന്നതുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. ഈ സിനിമ 1993 ഫിൻലാൻഡ് എന്ന രാജ്യത്തെ നിരോധിച്ചു. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഈ സിനിമ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ വന്ന് മെസ്സേജ് അയക്കേണ്ടതാണ്.